അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെങ്ങനെ ഇരിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല, ആദ്യത്തേത് എനിക്കറിയത്തില്ല. എന്നാൽ നമുക്കിപ്പോൾ തുടങ്ങാം. എന്താ തുടങ്ങുക വെച്ചാൽ നമ്മുടെ ക്രിസ്മസ്. അപ്പോൾ നിങ്ങൾക്കറിയാം എന്തിങ്ങനെ വെട്ടം അടിക്കുന്നതെന്ന്. ഒരു LED സ്റ്റാറാണത്. അതിനു മുമ്പ് എന്തോ പറയാനുണ്ടല്ലോ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒന്നുമില്ല, താഴത്തെ വീട്ടിൽ ഇവിടെ നോക്കിയാൽ 2 സ്റ്റാർ കാണാൻ പറ്റും. ക്രിസ്മസ് ട്രീ താഴത്തെ വീട്ടിലുണ്ട്, മേലത്തെ വീട്ടിലും ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു 2 മരമുണ്ട്, ക്രിസ്മസ് ട്രീയെ പോലെ ഇരിക്കുന്ന 2 മരമുണ്ട്. ആ 2 മരത്തിനകത്ത് കുറച്ച് ഡെക്കറേഷൻ. പുറകെ കാണുന്ന ഈ എണ്ണത്തിനകത്ത് കരോള് വരുന്നത് 9-ാം തീയതി ഡെക്കറേഷനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം എന്തെങ്കിലും കാറ്റൊക്കെ നിന്ന് താഴെ വീണ് 2-3 പൊട്ടി. അപ്പോൾ വിചാരിച്ചു ഇനി പൊട്ടിയല്ലോ എന്ന് വിചാരിച്ചത്. ഒന്നും പറയില്ല, താഴെ പൊട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എടുത്ത് വെക്കാമെന്ന്. അതുകൊണ്ട് മുമ്പിൽ കാണുന്ന 2 ഡെക്കറേഷൻ, ഒരു ക്രിസ്മസ് ട്രീ, പിന്നെ ഒരു സ്റ്റാർ. ഈ 2 എണ്ണത്തിനകത്ത് മാത്രമേ കേട്ടിട്ടുള്ളൂ. എല്ലാം ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഒരു ക്രിസ്മസ് സ്റ്റാറാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ റേറ്റിംഗ് അറിയുക. ഫുള്ളൊന്നും ഒരു LED ഇത്രയേ ഉള്ളൂ. ഓരോ ഇതാണ്, ചിലതൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, ചിലതിങ്ങനെ പതുക്കെ മിന്നും, പതുക്കെ വരും, പതുക്കെ മിന്നും, പതുക്കെ മിന്നും. പിന്നെ DJ ടൈപ്പുണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ നമ്പർ 1%, നമ്പർ 2%. അത് ഒരെണ്ണം ഉണ്ട്, പക്ഷെ അത് വെട്ടമില്ലാത്തതുകൊണ്ട് കാണുന്നില്ല. അതിൻ്റെ തുമ്പാണ് നിങ്ങൾ അവിടെ നോക്കുമ്പോൾ കാണുന്നത്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഇത് വെട്ടമില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഐ തിങ്ക്. സോറി. ഇതിപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പോൾ നിങ്ങൾക്ക് കാണാമായിരിക്കുമല്ലോ, സൂപ്പറായിട്ടല്ലേ. അപ്പോൾ ഇത് ഫസ്റ്റ് ഈ ഒരു മരത്തിലാണ് ഞങ്ങൾ ഇട്ടത്. അതിൻ്റെ ഡെക്കറേഷനൊക്കെ ഇവിടെ ഇപ്പോഴും ഉണ്ട്. അപ്പുറത്തും ഉണ്ട്. അപ്പുറത്ത് സിൽവർ തണികത്ത് കിടക്കുന്നു. ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നുണ്ട്. ഇങ്ങനെ നല്ല വട്ടമാണ്, ഇപ്പോൾ നല്ല ബ്രൈറ്റ്നസ് കൂടുതലായി. ഇവിടെ ഇങ്ങനെ 2-3 ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ കാറ്റൊക്കെ കാരണം താഴെ വീണാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനൊന്നും ഇട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തിലോട്ട് പോവാം. ഓഫ് ചെയ്തല്ലേ, രസമില്ല. ഈ ഇതിനകത്ത് ഫസ്റ്റ് തന്നെ ഇതിനകത്ത് നമുക്ക് പറയാം, ഇതിനകത്ത് എന്തെങ്കിലും ലൈറ്റ് ആവശ്യമുണ്ട്. നോക്കിയിട്ട് ഇതുണ്ട്. ഫസ്റ്റ് ദിസ് വൺ ഈസ് എ സ്റ്റാർ 1. ഇതിപ്പോൾ ഇങ്ങനത്തെ ഇതെങ്ങനെയുണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഒരു നീല സാധനം, ഗ്ലിറ്റർ നല്ല രസമാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം ഗ്ലിറ്റാണ്. പിന്നെ അടുത്ത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്ന് നോക്കണ്ടാണ്. ഈ ഫുള്ളൊന്ന് കാണിച്ചാൽ, പക്ഷേ എനിക്കൊരു ചെറിയ പേടിയാണ് ഇത് എങ്ങനെ എടുക്കണം എന്ന്. നിങ്ങൾക്കൂടെ നോക്കി കാണാം. അതൊക്കെ കാണത്തില്ല. അത് കഴിഞ്ഞ് നമുക്കിനി നോക്കാം. അത് കഴിഞ്ഞ് നമുക്കിനി ഇപ്പുറത്ത് ഇതിനകത്തോട്ട് പോകും. ഇപ്പുറത്ത് അങ്ങനൊന്നുമില്ല, ഒരു ചെറിയൊരു സാധനമാണ്. ഇപ്പുറത്ത് നമ്മളൊരു റെഡ് കളർ ലൗഡ് ദാറ്റ് I don't think so. This is a colorful bright. This is gilt one. ഇതിൻ്റെ വലുത് പുതിയത്. ഇത് പണ്ട് വെച്ചിട്ട് അന്ന് എടുത്തുകൊണ്ടൊരു സാധനമായിരുന്നു. പിന്നെ ഇവിടെ അങ്ങനൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു ഗിഫ്റ്റ്, ഇവിടെ ഒരു ഇത്. പിന്നെ ഇവിടെ ഒന്നാണ് ചെണ്ടയുണ്ടല്ലോ, അവിടെ ഒരു ചെണ്ടയുണ്ട്. പിന്നെ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇനി അടുത്ത് ഇങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നമ്മൾ സ്റ്റാർ അങ്ങനത്തെ സംഭവമാണ്. ഒരു 2 വെയിറ്റ് ചെയ്യും. അപ്പുറത്തെ സൈഡിൽ നിന്ന് കാണിച്ചു തരാം. പക്ഷെ അപ്പുറത്തെ ഒരു സംഭവം ഇത് നടന്നുകൊണ്ടിരിക്കുക. എല്ലാം പോയിട്ട് കാണിച്ചു തരാം. 2 മിനിറ്റ്. അടുത്ത് നമുക്ക് മനസ്സിലായല്ലോ. അടുത്ത് നമുക്ക് വരുന്ന മൈ ട്രീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ, ഒന്നുമില്ല. വെച്ചാൽ ഇതെനിക്കൊരു ഡൗട്ട്. ഇത് കണ്ടോ? ഇതെന്ന് വെച്ചാൽ ഇവിടെ കണ്ടു, ഇതിനകത്തൊരു പച്ച റെഡ്, ഇതിനകത്ത് ബ്ലൂ ആൻഡ് ഇത് ഇതിനകത്ത് പച്ചയും ബ്ലൂ അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് കണ്ടോ, ഇത് അടിച്ചു പോയി. ഇത് കണ്ടോ, ഇത് പിങ്ക് വൺ. ഇതെന്താണെന്ന് പക്ഷെ നല്ല രസമുണ്ട്. ഇത് ഫുൾ പിങ്ക് അല്ലെങ്കിൽ രസമായിരുന്നു. പിന്നെ ഇപ്പുറത്തൊരു ഇതുണ്ട്. ഇവിടെ ഫുൾ എന്തൊക്കെ സാധനങ്ങളുണ്ട്. ഇവിടെ ഒരു റിബണുണ്ട്, പക്ഷെ പൊട്ടിപ്പോയി. ഈ വർഷം മനസ്സിലായി. ഗിൽറ്റ് സ്റ്റാർ. ഓക്കെ, ഗിൽറ്റാണ് ഫുൾ ഗിൽറ്റ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗിൽറ്റിൻ്റെ വലിയ ബിഗ് കോംബോ.
പിന്നെ ഇപ്പുറത്ത് നമ്മുടെ ബിഗ് ബോൾ ഗ്ലൂ ആവാ. ഇവിടെ എന്തോ ഒരു സംഭവം, പക്ഷെ എനിക്ക് എന്തോ മനസ്സിലായില്ല. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഗിഫ്റ്റ് ബോക്സ്. ഇവിടെ നമ്മുടെ ക്രിസ്മസ് പൂക്കളുണ്ട്. പിന്നെ ഹേ പന്നി, ഹലോ. അത് നമ്മുടെ ഇവിടെ ഒരു ആണിയുണ്ട്. ആണി മീൻസ് ഇത് ഞാൻ ഞങ്ങളുടെ സ്കൂളിൽ ക്രിസ്മസ് ഫണ്ടിന് കൊടുക്കാൻ വേണ്ടി ഞാൻ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. പക്ഷെ അത് മേടിച്ചുകൊണ്ട് വന്നിട്ട് 4 ഉണ്ടായിരുന്നു. മഞ്ഞ, നീല, മഞ്ഞ, വെള്ള, പിങ്ക്. അപ്പോൾ അടുത്ത് പിങ്കും നീല ഞാൻ അങ്ങെടുത്തു. നല്ല രസമില്ല കാരണം ഇതുപോലത്തെ 5 മേടിക്കില്ലായിരുന്നു. ഗിൽട്ടാണ് കേട്ടോ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഗിൽട്ടായി എന്തോ പോലെ. ഇതൊരു ഗിൽറ്റ് കൊണ്ടാണ് നീല കളറ്, പക്ഷെ അത് വേറെ ഇത് നമ്മുടെ ഒരു ബോൾ. ഇവിടെ ചെണ്ട, ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ പണ്ടത്തെ ചെണ്ട എന്ന് വെച്ചാൽ ഇതാണ് പണ്ടത്തെ ചെണ്ട. ഇവിടുത്തെ ഒരു ബോൾ. പിന്നെ ആഴെ ഗിഫ്റ്റ് ബോക്സ്, അതൊക്കെ പണ്ടത്തെ ഗിഫ്റ്റ് ബോക്സ് ആണ് കേട്ടോ. ഒരു ഒറ്റ വല്ല മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ പറയാനായിട്ട് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. നല്ല വെട്ടമുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നല്ല രസമില്ല നമുക്കാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ആദ്യം കാണത്തുള്ളൂ. ഇത് പഴയ വൈബല്ല. ഇതൊരു ആപ്പിളുണ്ട്, ഞാൻ പറയാൻ പറഞ്ഞു. ആപ്പിളുണ്ട്, ഒരു ചെണ്ടയുണ്ട്, ഒരു ഗിൽറ്റ് വണ്ണുണ്ട്, ഇതിലൊരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ട്, ഇതുണ്ട്. പിന്നെ ഇത് നിർമ്മിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. നിർമ്മിക്കുന്ന മീൻസ് അത്രയും പഴക്കത്തോട്ട് പോകണ്ടല്ലോ. നിർമ്മിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. പക്ഷേ ഇത് ക്രിസ്മസിന് ട്രീ അലങ്കരിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അലങ്കരിക്കുന്നതല്ല, ക്രിസ്മസിൻ്റെ ട്രീ ഉണ്ടാക്കുന്ന ഞാൻ കാണിച്ചായിരുന്നു. പക്ഷെ അത് ഞാൻ പറഞ്ഞു ഇവിടെ ഉണ്ടാകുന്നു. അപ്പോൾ ഇത് മാത്രമേ ഞാൻ ഇപ്പോൾ ഇട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വെയിറ്റ് ഫോർ ഇറ്റ്. ഓക്കെ, ദിസ് ഈസ് ഗുഡ് മാൻ ആൻഡ് ദെൻ ഐ തിങ്ക് പൂച്ചയൊക്കെ അപ്പുറത്തോന്ന് പോകുന്നു. ഇതൊക്കെ കൊണ്ട് ഈ ഒരു വാള് കാണാൻ രസമില്ല. ഈ ഒരു ഇഷ്ടപ്പെടുത്ത ഇത് നമുക്കൊരു വീഡിയോ കണ്ടല്ലോ. സോറി, അത് കുറച്ചൊന്ന് ഇതായിപ്പോയി. എന്തോ ഇങ്ങനെ ആ ഒരു വീഡിയോ ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ അത് ഞാൻ ഉണ്ടാക്കുന്ന ഇട്ടിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ എടുത്തുകൊണ്ട് ഇപ്പോൾ ഇതായിപ്പോയി. നമുക്കൊരു വീഡിയോ ഉണ്ടല്ലോ, ഉടമയിൽ പറഞ്ഞു എത്തിയേ. അങ്ങനെ നമ്മൾ ഈ ഒരു വീഡിയോ നിർത്തിയില്ല. നമുക്കിത് നമ്മൾ ഇതാക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പുറത്തൊരു വീഡിയോ ഉണ്ട്. ഇതാണ് ക്രിസ്മസ് ട്രീ. ഇതാണ് നമ്മൾ കാണുന്ന, നേരത്തെ പറഞ്ഞിട്ട് ഇതാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഒന്ന് കഴിയാറായി. അപ്പോൾ
ഇതെന്തായാലും എങ്ങനെയുണ്ടായി വീഡിയോ എന്നൊക്കെ പറയണം. നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുന്ന അത്ര ഷെയർ ഒന്നും ചെയ്യാൻ കേട്ടോ. നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക. ഇനി ഒന്നും പുകർത്താൻ പറ്റുമെങ്കിൽ ഈ ഒരു വീടിനെ നോർത്ത് പോളാക്കി എടുക്കാൻ പറ്റുന്നുണ്ടോ. പിന്നെ ക്രിസ്മസ് അപ്പൂപ്പന്മാരോട് എൻ്റെ സ്റ്റാറോട് ബൈ ബൈ പറഞ്ഞാൽ അപ്പോൾ നമുക്ക് നിർത്താം. ബൈ.